വേറൊരാൾ തുടങ്ങിയ ബിസിനസ് വേറൊരാൾ ചെയ്യുമ്പോൾ അത് പരാജയപ്പെടാനും വിജയിക്കാനുള്ള ധാരാളം ഘടകങ്ങൾ അതിനകത്തുണ്ട്. ഒരു സംരംഭകനെ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ആ ബിസിനസ് വളരെ വലിയ വളർച്ചയിലേക്ക് കൊണ്ടുപോകാൻ സഹായകരമാകുന്ന കാര്യങ്ങൾ മാത്രമാണ് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ഒരു 10 കൊല്ലം കഴിയുമ്പോൾ എവിടെ എത്തും എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ട്രഡീഷണലായിട്ട് ഇരുന്ന രീതികളൊന്നും വർക്കാകത്തില്ല. പക്ഷേ നമ്മുടെ ബിസിനസ് നമുക്ക് ഓൺലൈനിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സമയത്ത് വളരെ സക്സസ് ഉണ്ടാക്കിയ ആളുകളെയും കാണാൻ പറ്റുമെന്നുണ്ട്. ഒരു പാർട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏത് റോളിലേക്കാണ് അവർ വരുന്നത് എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അവർ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ണറാണോ വർക്കിംഗ് പാർട്ണറാണോ? പ്രത്യേകം ശ്രദ്ധിക്കുക. റൈറ്റ് പേഴ്സൺ റൈറ്റ് സീറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ബിസോൾ ബിസ് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബിസോളിൻ്റെ ഡയറക്ടറും ലീഡർഷിപ്പ് കോച്ചുമായ ശ്രീ അൽത്താഫ് എം സലീമാണ്. നമുക്കൊരു ബിസിനസ് ടോപ്പിക്കാണല്ലോ അതിനകത്ത് നമ്മൾ കാര്യങ്ങൾ. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചൊരു കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരാൾ തുടങ്ങി വിജയിച്ച ഒരു ബിസിനസ് എന്തുകൊണ്ടാണ് വേറൊരാൾ തുടങ്ങുമ്പോൾ അത് വിജയിക്കാതെ പോകുന്നതിലെ പരാജയപ്പെടുന്നത്? അത് നമുക്ക് ഒറ്റ വാക്കിൽ അതിന് ആൻസർ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു ബിസിനസ് പരാജയപ്പെടാൻ വേറൊരാൾ തുടങ്ങിയ ബിസിനസ് വേറൊരാൾ ചെയ്യുമ്പോൾ അത് പരാജയപ്പെടാനും വിജയിക്കാനുള്ള ധാരാളം ഘടകങ്ങൾ അതിനകത്തുണ്ട്. നേരത്തെ തുടങ്ങി സക്സസ് ആയ ആളുകൾക്ക് ആ ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ഏരിയയിൽ എക്സ്പീരിയൻസ്, എക്സ്പെർട്ടൈസും പാഷനും ടാലൻറ്റും ഒക്കെ കാണും. ഇത് കണ്ടിട്ട് വേറൊരാൾ തുടങ്ങുമ്പോൾ ഇദ്ദേഹത്തിന് ഇതുമായിട്ട് യാതൊരു കണക്ഷനും കാണില്ല എന്നുള്ളതാണ്. എന്നപ്പോൾ ഇത് രണ്ടും മാറ്റാകാതെ വന്നു കഴിഞ്ഞാൽ ഈ ബിസിനസ് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ മാർക്കറ്റിൽ ഈ കോപ്പി ചെയ്ത ബിസിനസ്സുകൾ ധാരാളം കാണാറുണ്ട്. അതിൽ പല ബിസിനസ്സുകളും ഫെയിലിയർ ആയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഒരാൾ ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിന് അതിനകത്തൊരു എക്സ്പെർട്ട് ഉള്ളതുകൊണ്ടോ അതല്ല എങ്കിൽ ചിലപ്പോൾ പാഷൻ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച് അറിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയൊന്നും അല്ലാതെ അത് മാത്രം കണ്ടോട്ടെ, വിജയം മാത്രം കണ്ടുകൊണ്ട് വേറൊരാൾ തുടങ്ങുമ്പോൾ ഈ ഘടകങ്ങളൊന്നും അതിൻ്റെ അകത്ത് ഉണ്ടാവണമെന്നില്ല. ഇല്ല, അയാളുടെ മണി മോട്ടീവ് മാത്രമായിരിക്കും ഉണ്ടാകുക. അയാൾ ആദ്യം തുടങ്ങിയ ആൾ തുടങ്ങി കുറേ സമ്പത്തുണ്ടാക്കുമ്പോൾ വേറൊരാൾ തോന്നും അയാൾ വിജയിച്ച ബിസിനസ്സാണ് എനിക്ക് ചെയ്യാൻ തോന്നും. പക്ഷേ മണി മോട്ടീവ് മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ. മറ്റൊരു വ്യക്തിയെ നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാഷനും ടാലൻറ്റും സ്കില്ലും എക്സ്പീരിയൻസ് എക്സ്പെർട്ട് പല ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരാൾ വിജയിക്കുന്നത്. കമ്പനി കൾച്ചർ എന്ന് നമ്മളിങ്ങനെ പലയിടത്തും പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ശരിക്കും എന്താണ് കമ്പനി കൾച്ചർ എന്ന് പറഞ്ഞാൽ? കമ്പനി കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ വളരെ ടൈം എടുത്ത് ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണല്ലേ. നമുക്കറിയാം, ഓരോ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടേതായ കൾച്ചറിലൂടെയാണ് അവർ ജീവിച്ചു വരുന്നത്. ഇന്ത്യയിലെ കൾച്ചറല്ല യൂറോപ്പിലെ കൾച്ചറല്ല US ഇവിടുങ്ങളിലെ ഒന്നും കൾച്ചറല്ല ആഫ്രിക്കൻ കൺട്രീസിലുള്ളതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഒരു ബിസിനസ് ബിൽഡ് ചെയ്തെടുത്താൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് അതാരാണ് ആ ബിസിനസ് ലീഡ് ചെയ്യുന്നത്, ആ ലീഡ് ചെയ്യുന്ന വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്താണ് കൾച്ചർ രൂപപ്പെട്ട് വരുന്നത്. അപ്പം നമ്മൾ രാവിലെ എംപ്ലോയീസിനോട് പറയാം, നിങ്ങൾ കറക്റ്റ് സമയത്ത് 9 മണിക്ക് സ്ഥാപനത്തിൽ വരണം, അല്ലെങ്കിൽ മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ കൃത്യസമയത്ത് വരണമെന്ന് പറയുകയും നമ്മൾ അതിൽ നിന്ന് എതിര് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവിടെ റോങ് മെസ്സേജാണ് എംപ്ലോയീസിന് പോകുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു സമയത്ത് വന്ന് അവരെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ, ആ ഒരു കൾച്ചർ ബിൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വരുന്ന എംപ്ലോയീസും അതിനുശേഷം നമ്മുടെ പ്രസൻസിലല്ലാതെ പോലും റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഏജൻസികളും ആ കൾച്ചറുകൾ ശീലിക്കുകയും കമ്പനിയിൽ അങ്ങനെ ആ ഒരു കൾച്ചർ ബിൽഡ് ചെയ്തെടുക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ ഓരോ ഏരിയാസിലും ഓരോ കൾച്ചർ ഉണ്ടാവും. അങ്ങനെ സെയിൽസ്, മാർക്കറ്റിംഗ്, ബിസിനസ്സിൻ്റെ എല്ലാ ഏരിയയിലും നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്ന കൾച്ചറാണ് ആ ബിസിനസ്സിനെ വളരെ കാലം നിലനിർത്താൻ സഹായിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഓരോ ഓർഗനൈസേഷനിലെ ഹെയറാർക്കി അനുസരിച്ചുള്ള ഓരോ സെക്ഷനിലെ ഹെഡ് ആരാണോ അവരുടെ കൾച്ചർ അനുസരിച്ചിരിക്കും അതിൻ്റെ താഴേക്ക് വരുന്ന ടീമിൻ്റെ കൾച്ചർ എന്ന് പറയും. തീർച്ചയായും. ഒന്ന് നമ്മൾ നയിക്കുന്ന ടീം, ആ ടീമിൻ്റെ അകത്ത് വീണ്ടും പുതിയ ആളുകൾ കടന്നു വരുന്നത്, ഇതിനെല്ലാം നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളെ താഴെ ഇരിക്കുന്നവരുടെ കൾച്ചർ രൂപപ്പെടുക. അവരിലൂടെയാണ് അടുത്ത ആളുകളിലേക്ക് ഇത് പോവുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ എൻ്റെ ഏറ്റവും സീനിയർ മോസ്റ്റ് ലെവലിരിക്കുന്ന ആരാണോ അദ്ദേഹത്തിൻ്റെ കൾച്ചർ തൊട്ടാണ് താഴേക്ക് കമ്പനിയുടെ ഒരു ഫുൾ കൾച്ചർ രൂപപ്പെട്ട് വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് രൂപപ്പെട്ട് വരുന്നത്. ഒരു ബിസിനസ്സുകാരൻ്റെ അല്ലെങ്കിൽ ഒരു സംരംഭകൻ്റെ ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയായിരിക്കണം ആ ഒരു ബിസിനസ് വിജയത്തിന് വേണ്ടിയിട്ടുള്ളത്?
ഒരു സംരംഭകന് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ആ ബിസിനസ് വളരെ വലിയ വളർച്ചയിലേക്ക് കൊണ്ടുപോകാൻ സഹായകരമാകുന്ന കാര്യങ്ങൾ മാത്രമാണ് പഠിക്കേണ്ടത്. സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ, ചില ഫിക്ഷന് അല്ലെങ്കിൽ ചില ക്രൈം സ്റ്റോറീസ്, ഇതൊന്നും നമ്മൾ വായിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മുടെ ബിസിനസ്സിന് ഹെൽപ്പ് ചെയ്യത്തില്ല. പക്ഷേ ബിസിനസ്സിന് ഹെൽപ്പ് ചെയ്യും എന്നുണ്ടെങ്കിൽ മാത്രം പഠിക്കുക. സ്പെസിഫിക് ആയിട്ടുള്ള ലേണിങ്സിൽ മാത്രം സംരംഭം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് സംരംഭം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഡേറ്റ ഓവർലോഡഡ് ആകുകയും നമുക്ക് തന്നെ കൺഫ്യൂഷനും നമുക്ക് തന്നെ സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകുന്ന രീതിയിലേക്ക് നമ്മുടെ പഠനങ്ങൾ തന്നെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വയം ചോദിക്കുക, എൻ്റെ ബിസിനസ് വളർത്താൻ ഞാൻ എന്തൊക്കെ പഠിക്കണം, ആ കാര്യങ്ങൾ മാത്രം പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഫോക്കസ് ചെയ്യുക. അതായത് ഇപ്പോൾ ശരിക്കും ഒരു CEO ലെവലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലെവലിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യുക, പഠിക്കുക. ഒരു മാർക്കറ്റിംഗ് സെക്ഷനിലേക്ക് വരുന്നെങ്കിൽ ആ മാനേജർ കമ്പനിയുടെ മൊത്തം കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്നില്ല, ലോകത്തിലെ മൊത്തം കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ സെക്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്ത് ലേൺ ചെയ്യുക എന്നുള്ള ആ രീതിയിലായിരിക്കണം ലേണിംഗ് എന്നില്ല. തീർച്ചയായും ഒരു CEO ആണെങ്കിൽ ആ ഓർഗനൈസേഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെയാണ് അറിയേണ്ടത്, അല്ലെങ്കിൽ അതിന് ലോകത്തിൽ നമ്പർ 1 ആകാൻ എന്തൊക്കെയാണ് അറിയേണ്ടത്, അക്കാര്യങ്ങൾ പഠിക്കുക. സെയിൽസ് ലീഡർ ആണെങ്കിലും ആ ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്പർ 1 ആക്കി മാറ്റാനും മികച്ച സെയിൽസ് ഉണ്ടാക്കിയെടുക്കാനും എന്തൊക്കെയാണ് അറിയേണ്ടത്, ആ കാര്യങ്ങൾ മാത്രം പഠിക്കുക. അതായത് അവരുടെ കോർ ഏരിയയിലേക്ക് വരാത്ത കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടത് അവർക്ക് ആവശ്യം ഇല്ലില്ല. നമ്മൾ ലോകത്തെല്ലാ കാര്യവും നമ്മൾ അറിയേണ്ടതില്ല. നമുക്ക് എന്താണ് ആവശ്യം അത് മാത്രം നമ്മൾ പഠിക്കാം. നമ്മൾ ഒരു ബിസിനസ്സിന് വിഷൻ ആവശ്യമാണെന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്, എല്ലാ ബിസിനസ്സിലും കേൾക്കാറുണ്ട്. ഈവൻ നമ്മളൊരു ബാങ്ക് ലോണിന് ചെല്ലുമ്പോൾ അവർ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ അതും ചോദിക്കാറുണ്ട് നമ്മുടെ ഒരു കമ്പനിയുടെ വിഷൻ എന്താണെന്നൊക്കെ. ശരിക്കും ഒരു കമ്പനിയുടെ വിജയത്തിൽ വിഷൻ്റെ പ്രാധാന്യം എന്താണ്? ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വിഷന് വളരെയേറെ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ എന്തിനാണ് വാങ്ങുന്നത്? അത് കറി വെച്ച് കഴിക്കുക എന്നൊരു ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വാങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ഒരു 10 കൊല്ലം കഴിയുമ്പോൾ എവിടെ എത്തും എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. ആ ഒരു കാഴ്ചപ്പാട് ബിൽഡ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ വിഷൻ എന്ന് പറയുന്നത്. വിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫോക്കസ് എപ്പോഴും നിലനിർത്താൻ പറ്റും. നമ്മൾ വഴിതെറ്റി പോകാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ പറ്റും. വെച്ചാൽ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ നമ്മുടെ എനർജി നല്ല എനർജറ്റിക്കായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനും പറ്റുമെന്നുള്ളതാണ്. പിന്നെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പറ്റും. ആരോടൊപ്പം നോ പറയണം, ഏതൊക്കെ കാര്യങ്ങളോട് യേസ് പറയണം, അങ്ങനെ കൃത്യമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്ത് നമ്മളാ ഒരു ട്രാക്കിൻ്റെ അകത്ത് നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. വിഷൻ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ്. നിർബന്ധമായിട്ടും ഒരു വിഷന് സെറ്റ് ചെയ്യാൻ വേണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണുന്ന വിഷനിൽ കാണുന്ന ഒരു സംരംഭം വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്സ്, അവർ ഒന്നൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരു വിഷൻ ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് ഒരെണ്ണം ഡെവലപ്പ് ചെയ്ത് നോക്കും. അതുപോലെ തന്നെ ആദ്യം ചോദിച്ച പോലെ ബാങ്ക് ലോണിന് വേണ്ടി ഉണ്ടാക്കുന്ന വിഷനുകൾ പലതും ഇങ്ങനെ നെറ്റിൽ നിന്ന് എടുക്കുന്നതാണ്. അവരുടെ ഹൃദയത്തോട് ചോദിച്ച് അല്ലെങ്കിൽ അവരുടെ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്ത കോർ ഏരിയയായിട്ട് ഡിസ്കസ് ചെയ്ത് ഒന്നും ഡെവലപ്പ് ചെയ്തെടുക്കുന്ന വിഷനുകളല്ല. അതുകൊണ്ട് ആ വിഷനുകൾ അത്തരത്തിലെടുക്കുന്ന വിഷനുകൾ ഒരിക്കലും വർക്കൗട്ട് ആകത്തില്ല. അങ്ങനെയുള്ള വിഷൻ എടുക്കൽ നമ്മൾ ടൈം ചിലവഴിച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് വളരെ ഡീപ്പായിട്ട് അതിൻ്റെ എല്ലാ ആംഗിളും ആലോചിച്ച് ആണ് ആ ഒരു വിഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ആസ് എ ബിസിനസ് കോച്ച് നിങ്ങളുടെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസിൽ എത്ര ശതമാനം കമ്പനികൾക്ക് അല്ലെങ്കിൽ എത്ര ശതമാനം ബിസിനസ്സുകാർക്ക് അവരുടേതായിട്ടുള്ള ശരിയായ അവരുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ പറഞ്ഞതുപോലുള്ള ആ ഒരു അവരുടെ സ്വന്തമായിട്ടുള്ളൊരു വിഷൻ ഉള്ള എത്ര ശതമാനം ബിസിനസ്സുകാരുണ്ടാവും? അത് വളരെ നല്ല ക്വസ്റ്റ്യനാണ്. അത് വളരെ 1% താഴെ ഉള്ളൂ എന്നുള്ളതാണ്. പല ആളുകളും നമ്മൾ വിഷനുള്ള ആളുകളോടെല്ലാം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു വിഷനാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത വിഷനാണ്. ഇത് ഞങ്ങൾ പറയാൻ പോലും അറിയില്ലായിരിക്കും. എക്സാക്ട്ലി ഇത് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ റൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു അനാലിസിസ് നടത്തുമ്പോഴാണ് അവർ പോലും വിഷന് ബിസിനസ് എത്രമാത്രം പ്രാധാന്യം അറിയുന്നത്. നമ്മൾ ആക്ഷൻ എടുക്കണം എന്നൊക്കെ എപ്പോഴും എല്ലാവരും പറയും ഇല്ലേ. നമുക്ക് നോളജ് ഉണ്ടാവും, പലപ്പോഴും സ്കിൽസ് ഉണ്ടാവും, പക്ഷേ ആക്ഷനാണ് ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് അല്ലെങ്കിൽ കോറായിട്ടുള്ള കാര്യം എന്നൊക്കെ എപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ബിസിനസ്സിൽ ആക്ഷൻസിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഏതൊക്കെ തരം ആക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം എന്തൊക്കെയാണ്? ആക്ഷൻ എന്നുള്ളത് നമുക്ക് അറിയാം. നമ്മൾ എത്ര കാര്യം ലോകത്ത് പഠിച്ചാലും അത് ഇംപ്ലിമെൻ്റ് ചെയ്തില്ല, അത് ആക്ഷൻ എടുത്തില്ല എന്ന് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആക്ഷനാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
ഒന്ന് നമ്മൾ ഫാസ്റ്റ് ആക്ഷൻ ടേക്കറാണ്. ഒരു കാര്യം നമുക്ക് മനസ്സിലായി അത് ചെയ്യണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 2 മാസീവ് ആക്ഷൻ ടേക്കറാണ്. നമുക്ക് ഏതൊരു ലക്ഷ്യത്തിലേക്ക് പോകണോ അതിനനുസരിച്ചുള്ള ആക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പം ഗൾഫിൽ ജോലിക്ക് പോകണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ നമ്മൾ നടത്തേണ്ടി വരും. യൂറോപ്പിലേക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ നടത്തേണ്ടി വരും. US ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് മാറും. അതായത് ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. എന്നപ്പോൾ അത്തരത്തിൽ ആ ഒരു ലക്ഷ്യത്തെ സഹായിക്കുന്ന തരത്തിലുള്ള ആക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. മാസീവായിട്ടുള്ള ആക്ഷൻ നമ്മൾ എടുക്കണം. 3 കൺസിസ്റ്റൻ്റ് ആയിരിക്കും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊരു മരത്തിനിട്ട് ഒരു വെട്ട് ഒരു ദിവസം വെച്ച് വെട്ടിയാൽ ഒരു ദിവസം ആ മരം എന്നാണേലും താഴെ വീഴും. എന്നുവെച്ചാൽ കൺസിസ്റ്റൻസിയാണ്. പക്ഷേ ഒരു ദിവസം വെട്ടിയിട്ട് നമ്മളവിടെ നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ ആ മരം ഒരിക്കലും താഴെ വീഴില്ല. അന്നപ്പോൾ ഒരു വെട്ട് വെച്ച് നമ്മൾ എല്ലാ ദിവസവും വേണ്ടി ഏതെങ്കിലും ഒരു ദിവസം അത് താഴെ വീഴുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് നമ്മളത് തുടർച്ചയായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. 4 സ്ട്രാറ്റജിക് ആക്ഷനാണ്. നമ്മൾ സ്ട്രാറ്റജിക് ആക്ഷനാണ് നമ്മൾ എടുക്കുക. ഇപ്പം പെട്ടെന്നൊരു പ്രളയം വന്നു, ആ സമയത്ത് നമ്മൾ എന്താണ് ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ട കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ എന്താണ് സേഫ് ആക്കേണ്ടത് അത് സേഫ് ആക്കുക ചിന്തിക്കാൻ ആ സമയത്ത് പറ്റണമെന്നില്ല. ഇപ്പം കോവിഡ് പെട്ടെന്ന് ആളുകളിലേക്ക് വന്നപ്പോൾ ആ സമയത്ത് എല്ലാം ലോക്ക്ഡൗൺ ക്ലോസ്ഡായി. അതപ്പോൾ നമ്മൾ ട്രഡീഷണലായിട്ട് ഇരുന്ന രീതികളൊന്നും വർക്കാകത്തില്ല. പക്ഷേ നമ്മുടെ ബിസിനസ് നമുക്ക് ഓൺലൈനിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സമയത്ത് വളരെ സക്സസ് ഉണ്ടാക്കിയ ആളുകളെയും കാണാൻ പറ്റുമെന്നുള്ളതാണ്. 5 എടുക്കേണ്ടത് പ്രോ ആക്റ്റീവ് ആക്ഷൻ എന്നുള്ളതാണ്. ഭാവി മുൻകൂട്ടി കണ്ട് ആക്ഷൻ എടുക്കുക. നമ്മൾ ഇപ്പോൾ തുടങ്ങുന്ന ബിസിനസ് അടുത്ത 10 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാകുമോ എന്നുള്ളത് അങ്ങനെ ചോദിക്കുക. ടെക്നോളജിയുടെ അതിപ്രസരമാണ്. അതുകൊണ്ട് വളരെ കാലങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രോ ആക്റ്റീവ് ആയിരിക്കണം. അത്തരത്തിലുള്ള ആക്ഷൻ നമ്മൾ എടുക്കണം. ഈ ഒരു 5 ടൈപ്പ് ആക്ഷൻ എടുത്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ചെടി മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു സൈഡിൽ വെച്ചിട്ട് കാര്യമില്ല. അത് മണ്ണിൽ കുഴിച്ച് വെച്ച് സ്ഥിരമായിട്ട് വെള്ളമൊക്കെ കൊടുത്താൽ മാത്രമാണ് അതിനൊരു ഫലത്തിലേക്ക് നമ്മൾ എത്തുകയെന്ന്. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളൊരു ബിസിനസ്സിലാണെങ്കിൽ ഒരു ആക്ഷൻസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുത്തിട്ടാണ് കാര്യമുള്ളത്. നമുക്കൊരു നോളജ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്കില്ല് കൊണ്ടോ മാത്രം ഒരു പ്രയോജനമൊന്നും ഉണ്ടാകുള്ളൂ. ഏത് സാഹചര്യത്തിലേക്ക് വരണമെന്നില്ല. അതായത് ഏത് സാഹചര്യമാണോ അതിനനുസരിച്ച് അതിന് ഓരോ വളത്തിൻ്റെ തോത് കൂട്ടോ ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മളൊന്ന് മാറി സഞ്ചരിക്കേണ്ടതാണ്. ഒരു കോമൺ ബിസിനസ് ഒരു ടൈപ്പാണല്ലോ പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും ഒരു കോൺഫ്ലിക്റ്റുകളും വരുന്നതും എപ്പോഴും ഒരു പിരിഞ്ഞു പോകാൻ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് കൊണ്ട് തന്നെ ബിസിനസ് പൂട്ടി പോകാനും ഒരു ഏറ്റവും കൂടുതൽ നടക്കുന്നതും പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ തന്നെയാണ്. അപ്പോൾ ഒരു പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ബിസിനസ്സിൽ നമ്മൾ പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഒരു പാർട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏത് റോളിലേക്കാണ് അവർ വരുന്നത് എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അവർ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ണറാണോ വർക്കിംഗ് പാർട്ണറാണോ? വർക്കിംഗ് പാർട്ണർ എന്ന് പറയുമ്പോൾ അവർ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊപ്പം നമ്മുടെ ബിസിനസ് വളർത്താനും അവർ നമുക്കൊപ്പം ഉണ്ടാകും. ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ണർ എന്ന് പറയുമ്പോൾ അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ് വളർത്താൻ നമുക്കൊപ്പം കാണില്ല. അവർ ലാഭം മാത്രം പ്രതീക്ഷിച്ച് ഇരിക്കുന്നതായിരിക്കും. ആ കാര്യം നമ്മളൊന്ന് ക്ലാരിറ്റി വരുത്തണം. രണ്ടാമത്, എന്തൊക്കെയാണ് ജോബ് റോള്, എ പാർട്ണർ എന്തൊക്കെ ചെയ്യണം, ബി പാർട്ണർ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വളരെയേറെ ക്ലാരിറ്റി അത് ഡിഫൈൻ ചെയ്ത് കൊടുത്തിരിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്ത് സ്കിൽസാണ് അവർക്കുള്ളത്, അവരുടെ എന്ത് സ്കിൽസാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്, അവരുടെ നോളജാണോ എക്സ്പീരിയൻസ് ആണോ എക്സ്പെർട്ടൈസ് ആണോ എന്താണോ നമ്മൾ അത് ഉപയോഗപ്പെടുത്തേണ്ടത്, അതും നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അവർക്ക് എന്തൊക്കെയാണ് നമ്മൾ വർക്കിംഗ് പാർട്ട്ണറായിട്ടാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ ഏൽപ്പിക്കപ്പെടുന്ന അല്ല അവർ ചെയ്യാമെന്ന് പറയുന്ന ജോലി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിന് നമുക്ക് എന്താണ് സൈക്കോമെട്രിക് ടെസ്റ്റുകളോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടൂളുകളൊക്കെ ഉപയോഗിച്ച് നമുക്കത് അവരുടെ കഴിവെന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനും പറ്റും. പാർട്ണർഷിപ്പിലേക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അവരെ അല്ലെങ്കിൽ അവർ ജോബുകൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവരെ കൊണ്ട് ഇത് കഴിയുമോ ഇല്ലയോ എന്നൊന്ന് അസസ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അത് തന്നെ. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് അത് കോൺഫ്ലിക്റ്റ് ആവും, ടെൻഷനാവും, നമ്മൾ ബിസിനസ് പലതരത്തിൽ ബാധിക്കും, അവർ നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതിനെക്കാട്ടിൽ എത്രയും പേര് നമുക്ക് നമ്മളെക്കൊണ്ട് സൂക്ഷ്മത പുലർത്താവുന്നതിൻ്റെ മാക്സിമം നമ്മൾ നാളെ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത തരത്തിൽ തുടക്കത്തിൽ നമ്മളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ അധികം പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കി വിടാൻ ഓക്കെ തീർച്ചയായിട്ടും പറ്റും. ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഒരു ടൈമാണ്. ശരിക്കും എന്താണ് ഗ്യാപ്പ് അനാലിസിസ്? എന്താണേലും ബിസിനസ്സിലായാലും ഒരു പ്രാധാന്യം എന്താണ്? ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ
ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേജും നമ്മൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന സ്റ്റേജും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ടേൺ ഓവർ 1 CR ആണെങ്കിൽ നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്നത് നമ്മൾ 2 CR ആണെങ്കിൽ നമ്മുടെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ആ 1 CR ആണ്. ഈ അനാലിസിസ് നടത്തുക നമ്മൾ ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്യാപ്പ് അനാലിസിസ് നടത്തിയിട്ട് ഈ ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യാം, അതിനെന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ സെയിൽസ് കൂട്ടാനാണ്, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഓപ്പറേഷൻസിലാണ് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, മാർക്കറ്റിങ്ങിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഇതെല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാപ്പ് കറക്റ്റ് അറിഞ്ഞിരുന്നാൽ നമുക്ക് അതായത് നമുക്ക് എത്തേണ്ട സ്ഥലവും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതാണ് ആ ഗ്യാപ്പ് എന്നുള്ള ഉദ്ദേശം. ഓക്കെ, അത് അനാലിസിസ് നടത്തിയിട്ട് അത് ബ്രിഡ്ജ് ചെയ്യണം നമ്മൾ. അതിൽ എന്തുകൊണ്ടാണ് ആ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അതിൻ്റെ റീസൺസ് അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് അതെങ്ങനെ ബ്രിഡ്ജ് ചെയ്യാമെന്ന് ഉള്ളൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഗ്യാപ്പ് അനാലിസിസ്. അതായത് നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷന് മാത്രം സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വേറെ ഓർഗനൈസേഷനുള്ള പ്രശ്നമായിരിക്കത്തില്ല നമ്മുടെ ഓർഗനൈസേഷനുള്ളത്. നമ്മുടെ ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആ ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിട്ടാണ് നമ്മൾ സ്ട്രാറ്റജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ സർവ്വസാധാരണമായിട്ട് നമ്മൾ കാണുന്നതാണ് ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓണ്ടർപ്രൈനേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സ് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും 1 day ആയിട്ടും ഒരു കോഴ്സായിട്ടൊക്കെയുള്ള ഒത്തിരി നിരവധി ട്രെയിനിങ്ങുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ്. ഇതിനകത്തൊക്കെ ഒത്തിരി ബിസിനസ്സുകാർ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ പങ്കെടുത്തിട്ടും അവരുടെ ബിസിനസ്സിൽ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളൊന്നും അവർക്ക് ചെയ്യാനായിട്ട് പറ്റാത്തവരാണ് അധികവും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ട്രെയിനിങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ടും അവർക്ക് ബിസിനസ്സിൽ ആ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ കഴിയാത്ത പോകുന്നത്? നമ്മൾ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ആ പ്രോഗ്രാം ചിലപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമുള്ളതായിരിക്കത്തില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആവശ്യമുള്ളതാണെങ്കിൽ പോലും ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ ഒരു കോമൺ ഗ്രൂപ്പിന് ചെയ്യുന്നതാണ്. ഇത്ര അധികം ആളുകളുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നതിൽ 10-7 പേർക്ക് ചിലപ്പോൾ ഇത് ആവശ്യമുള്ള, 3 പേർക്ക് ചിലപ്പോൾ ഇത് ആവശ്യം കാണത്തില്ല എന്നുള്ളതാണ്. അവരുടെ നീഡ്സിനെ അവരുടെ ആവശ്യങ്ങളെ ഫുൾഫില്ല് ചെയ്യുന്ന ആയിരിക്കത്തില്ല ട്രെയിനിങ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് അറിഞ്ഞാൽ മാത്രമാണ് നമുക്കത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ക്ലാരിറ്റിയുടെ കുറവാണ് പ്രധാനമായിട്ടും ഉള്ളത് കൊണ്ടാണ് എന്താണ് സ്പെസിഫിക്കായിട്ട് ആക്ഷൻ എന്തെടുക്കണം. നമ്മളിത് ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുത്ത് ഇറങ്ങിയതിന് ശേഷം വളരെ നമ്മൾ ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കും, എനർജറ്റിക് ഒക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ നാളെ ചെന്നിട്ട് നമ്മുടെ ബിസിനസ്സിൽ എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയത്തില്ലായിരിക്കും. ആ ഒരു ക്ലാരിറ്റി ഒരു വ്യക്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കേട്ടൊന്ന് ബൂസ്റ്റായിട്ട് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ അതൊരു പർട്ടിക്കുലറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള ഒരു പക്ഷേ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അത് കിട്ടത്തില്ല. നമ്മൾ ചിലപ്പം നേരത്തെ ചെയ്യേണ്ടതായിരിക്കും, അത് നമ്മുടെ ഈ ബിസിനസ്സിന് ഇപ്പോഴത്തെ സ്റ്റേജിൽ ചെയ്യേണ്ടതായിരിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ കുറേ കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞ് നമ്മൾ ആ സ്റ്റേജിൽ എത്തിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൾക്ക് പ്രയോജനമില്ല. അതിനുശേഷം നമ്മുടെ മൈൻഡ് ഔട്ട് ആയിട്ട് ഈ നോളജ് നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ പോവും, നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാതെ വരും എന്നുള്ളതാണ്. അതിനുള്ള ഏറ്റവും നല്ല ഓപ്ഷനാണ് കോച്ചിങ് എന്ന് പറയുന്നത്. കോച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾ ഏത് സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും അത് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു ആക്ഷൻ പ്ലാൻ. കോച്ചിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും 1-to-1 ഇതിലാണ് വരുന്നത്, ആ രീതിയിലാണ് കൊടുക്കുന്നത്. ആ കോച്ചിങ് 1-to-1 ആണ്. അതായത് സ്പെസിഫിക് ആയിട്ടൊരു ബിസിനസ്സുകാരൻ്റെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഉള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ റെമഡീസ് ഒക്കെ കൊടുത്ത് അവരോടൊപ്പം നിന്ന് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. തീർച്ചയായും അവരോടൊപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കോച്ചിങ് എന്ന് പറയുന്നത്. അത് 1-to-1 ആയിരിക്കും. അത് സ്പെസിഫിക് ആയിട്ട് എന്താണോ പ്രോബ്ലം, ഒരാൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ബിസിനസ്സിൽ എപ്പോഴും കേൾക്കുന്നൊരു ടൈമാണ് ടീം അല്ലെങ്കിൽ ടീം ബിൽഡ് അല്ലെങ്കിൽ ടീമിനെ ബിൽഡ് ചെയ്യാന്നൊക്കെ ഉള്ളത്. ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു നല്ല ടീമിനെ എങ്ങനെയാണ് ഒരു ബിസിനസ്സിൽ ബിൽഡ് ചെയ്യാൻ കഴിയുക? അതായത് നമുക്ക് ടീമിനെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലീഡർഷിപ്പാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ലീഡർഷിപ്പ് ടീം എന്നുള്ളതാണ്. നമ്മുടെ ലീഡർഷിപ്പ് കഴിഞ്ഞാണ് നമ്മുടെ ടീം ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ സീനിയർ ലെവൽ മാനേജ്മെൻറ്റ് എല്ലാ ലെവലിലും ഉണ്ട്, എല്ലാ തലത്തിലും ലീഡേഴ്സ് ഉണ്ട്, ലീഡർഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളെ ഒരു ടീമിനുണ്ട്, അതിൻ്റെ തൊട്ട് താഴെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവർ ആ ടീമിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകത്തില്ല. പല കോൺഫ്ലിക്റ്റുകളും ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ ബിസിനസ് കോച്ചിങ്ങിൽ ഏറ്റവും കൂടുതൽ വരുന്ന പ്രോബ്ലംസ് അതാണ്. പേഷ്യൻസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ എന്താണേലും നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ അതിൻ്റേതായ സമയം എടുക്കും. നമ്മൾ ഓൾറെഡി ബിൽഡ് ചെയ്തൊരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം കമ്പനി ഫോളോ ചെയ്ത് പൊക്കണം.
പുതിയതായിട്ട് ബിൽഡ് ചെയ്തെടുക്കാനാണ് എഫേർട്ട് നമ്മൾ ഇടണം. അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ്, എംപ്ലോയീസിനെ എങ്ങനെ ഹയർ ചെയ്യണം, അവരെ എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ വളരെയേറെ വ്യക്തത നമുക്കുണ്ടായിരിക്കണം. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യണം. നമ്മൾ ഹയർ ചെയ്യുന്ന ആളുകൾ റൈറ്റ് പീപ്പിൾ ആയിരിക്കണം, റൈറ്റ് പൊസിഷനിലേക്ക് ഹയർ ചെയ്യണം. അല്ലെങ്കിലും നമ്മുടെ ബിസിനസ് ടീമിനെ ബിൽഡ് ചെയ്തതൊക്കെ നമ്മൾ പല ക്രൈസിസും ഉണ്ടാകും. പ്രത്യേകം ശ്രദ്ധിക്കുക, റൈറ്റ് പേഴ്സൺ റൈറ്റ് സീറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അത് അത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. വളരെയധികം നല്ല കാര്യങ്ങളും ബിസിനസ്സുകാർക്ക് വേണ്ടുന്ന ബിസിനസ്സിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സാറ് ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ള. ബിസിനസ്സുകാർക്കായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനുണ്ടോ? ഓക്കെ, തീർച്ചയായിട്ടും. നമ്മുടെ ബിസിനസ് എപ്പോഴും കണ്ടിന്യൂസ് ലേണിങ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വേണ്ട കാര്യങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അത് പുതിയ പുതിയ ആളുകളിൽ നിന്ന് പഠിക്കുക. ഏതൊക്കെ സോഴ്സുകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുക? ചില പത്രങ്ങളിൽ നിന്നാകാം, ഇൻഡസ്ട്രി ലീഡേഴ്സിൽ നിന്നാകാം, ട്രെയിനേഴ്സിൽ നിന്നാകാം, മെൻറ്റേഴ്സിൽ നിന്നാകാം, കോച്ചസിൽ നിന്നാകാം. അങ്ങനെ നമുക്ക് എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുകൊണ്ടിരിക്കുക. മാർക്കറ്റിൻ്റെ ട്രെൻഡിനനുസരിച്ചും മാർക്കറ്റിൻ്റെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ എപ്പോഴും നവീകരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.